ഭൂമിയുടെ അന്ത്യം എങ്ങനെയായിരിക്കുമെന്ന് ആലോചിച്ച് നമ്മളെല്ലാവരും പേടിക്കാറില്ലേ? സൂര്യൻ പതുക്കെ ഒരു ചുവന്ന ഭീമനായി വികസിച്ച് ഭൂമിയെ അങ്ങ് വിഴുങ്ങിക്കളയുമെന്നാണ് ഇതുവരെ നമ്മൾ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ജ്യോതിശാസ്ത്ര ലോകത്തു നിന്നും ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. നമ്മുടെ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ് ഈ പുതിയ പഠനം നൽകുന്നത്. ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് ജേണലിൽ വന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം സൂര്യൻ മരണത്തിലേക്ക് അടുക്കുമ്പോൾ ഭൂമിയെ വിഴുങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്ങനെ എന്നല്ലേ? സൂര്യൻ അതിന്റെ അവസാന നാളുകളിൽ ഭയങ്കരമായ നക്ഷത്ര കാറ്റുകൾ പുറപ്പെടുവിക്കാൻ തുടങ്ങും. ഇതിലൂടെ സൂര്യന്റെ പിണ്ഡം വൻതോതിൽ കുറയും. പിണ്ഡം കുറയുമ്പോൾ സൂര്യന്റെ ഗുരുത്വാകർഷണ ശക്തിയും കുറയും. ഈ സമയം ഭൂമിയെ സൂര്യനിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുന്ന വേലിയേറ്റ ശക്തികളും അതിനെ സൂര്യനിൽ നിന്ന് ദൂരത്തേക്ക് തള്ളിമാറ്റാൻ ശ്രമിക്കുന്ന പിണ്ഡനഷ്ടവും തമ്മിൽ വലിയൊരു പോരാട്ടം നടക്കും. ഭാഗ്യത്തിന് ഈ മത്സരത്തിൽ പിണ്ഡനഷ്ടമാണ് വിജയിക്കുന്നതെങ്കിൽ ഭൂമി സൂര്യന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് സുരക്ഷിതമായ ഒരു പുതിയ ഭ്രമണപഥത്തിലേക്ക് മാറിപ്പോകും. ഇതൊരു ഊഹമല്ല. നമ്മുടെ സൂര്യനെ പോലെ തന്നെ പ്രായമായ L2 പപ്പീസ് എന്ന നക്ഷത്രത്തെ നിരീക്ഷിച്ചാണ് ശാസ്ത്രജ്ഞർ ഈ നിഗമനത്തിൽ എത്തിയത്. എന്തായാലും ഭൂമിക്ക് ഇനി കുറഞ്ഞത് 184 കോടി വർഷത്തെ ആയുസ്സെങ്കിലും ബാക്കിയുണ്ടെന്നാണ് കണക്കുകൂട്ടൽ. സൂര്യൻ ചുവന്ന ഭീമനായി മാറുമ്പോൾ നമ്മുടെ അയൽക്കാരായ ബുധനും ശുക്രനും അത്ര ഭാഗ്യവാന്മാരായിരിക്കില്ല. അവർ സൂര്യനിൽ വെന്തുരുകി പോകും. എന്നാൽ ഭൂമിയും ചൊവ്വയും വലിയൊരു അത്ഭുതം പോലെ അതിജീവിക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു വലിയ പ്രത്യാശയല്ലേ നമുക്ക് തോന്നുന്നത്? നമ്മൾ കരുതിയതിലും എത്രയോ സങ്കീർണമാണ് പ്രപഞ്ചത്തിന്റെ ഗതിവിധികൾ. ഭൂമി വെറും ചാരമായി മാറില്ലെന്നും പകരം പുതിയൊരു ഭ്രമണപഥം തേടി യാത്രയാകുമെന്നും ഒക്കെ കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നില്ലേ? പ്രകൃതി ഒരു വശത്ത് വിനാശം വിതയ്ക്കുമ്പോൾ തന്നെ മറുവശത്ത് അതിജീവനത്തിനുള്ള ചെറിയൊരു വഴി കൂടി കരുതി വെച്ചിട്ടുണ്ട്. എന്തായാലും മനുഷ്യരാശിക്ക് മറ്റ് ഗ്രഹങ്ങളിലേക്ക് ചേക്കേറാനുള്ള സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാൻ ഈ കാലയളവ് ധാരാളമാണ്. ഒടുവിൽ ശാസ്ത്രം നമുക്ക് നൽകുന്നത് വലിയൊരു പ്രത്യാശയാണ്. ഭൂമി ഇനിയും ഒരുപാട് കാലം പ്രപഞ്ചത്തിൽ സുരക്ഷിതമായിരിക്കുമെന്ന പ്രതീക്ഷ.